ഹരി ഓം. എല്ലാവർക്കും നാരായണീയം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ 66 ദശകങ്ങൾ വരെ ചൊല്ലി പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലാനുള്ളത് 67ാമത്തെ ദശകമാണ്. 67ാമത്തെ ദശകം എന്ന് പറയുന്നത് ഗോപി ഗർവ ശമനമാണ്. ഈ ദശകത്തിൽ ആകെ 10 ശ്ലോകങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഈ ദശകത്തിലെ ശ്ലോകങ്ങളുടെ വൃത്തങ്ങൾ ഉപജാതി, ഉപേന്ദ്രവജ്ര, ഇന്ദ്രവജ്ര, ഇങ്ങനെ 3 വൃത്തങ്ങൾ ഇതിലുണ്ട്. ഇത് ഇടകലർന്നിട്ടാണ് ഉള്ളത്. അതായത് ഒരു ശ്ലോകം ഒരു വൃത്തത്തിലാണെങ്കിൽ അത് കഴിഞ്ഞ് അടുത്ത ശ്ലോകം വേറെ വൃത്തത്തിലായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ വരികൾ എഴുതി കാണിക്കില്ലേ ശ്ലോകങ്ങൾ ചൊല്ലുമ്പോൾ, അതിന്റെ കൂടെ തന്നെ ആ ശ്ലോകം ഏത് വൃത്തത്തിലാണ് ഉള്ളത് എന്നുള്ളത് എഴുതി കാണിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഈണം കൺഫ്യൂഷൻ വരില്ല കേട്ടോ. അപ്പോ 66ാമത്തെ ദശകത്തിന്റെ പാരായണം മാത്രമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടില്ല. അത് ഉടനെ അപ്ലോഡ് ചെയ്യാം. പിന്നെ ഭഗവത്ഗീതയുടെ വീഡിയോസ് കാണുന്നവർക്ക് ഇനി ഒരു വീഡിയോയും കൂടെ ചെയ്താൽ ഭഗവത്ഗീതയിലെ ആദ്യത്തെ അധ്യായം പൂർത്തിയാവും. അപ്പൊ അത് ഉടനെ തന്നെ ചെയ്യാം. അധികം ഗ്യാപ്പ് ഇല്ലാതെ നാരായണീയം കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട്. ഭഗവത്ഗീത എടുക്കാൻ സാധിച്ചിട്ടില്ല ഈ ആഴ്ച. കഴിയുന്നതും ഈ ആഴ്ച തന്നെ എടുത്ത് അടുത്ത ആഴ്ച വീഡിയോ ഇടാം കേട്ടോ. അപ്പൊ അത് എല്ലാവരോടും കൂടി ഒന്ന് പറയണമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ 67ാമത്തെ ദശകം ചൊല്ലാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിതഭോഗലീല അസീമമാനന്ദഭരം പ്രപന്ന മഹാന്തമാപുർമതമംഭുജാക്ഷ്യ സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിതഭോഗലീല അസീമമാനന്ദഭരം പ്രപന്ന മഹാന്തമാപുർമതമംബുജാക്ഷ്യ. 67ാമത്തെ ദശകത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് ഗോപി ഗർവ ശമനമാണ്. ഗോപികളുടെ അഹങ്കാരം ഭഗവാൻ ഇല്ലാതെയാക്കി എന്നാണ് പറയുന്നത്, അല്ലെ? അപ്പൊ ഗോപികൾക്ക് അഹങ്കാരം വന്നു എന്ന സാരം അത് ഭഗവാൻ ഇല്ലാതെയാക്കുന്നു. അതാണ് ഭട്ടതിരിപ്പാട് 67ാമത്തെ ദശകത്തില് വിവരിക്കുന്നത്. അപ്പൊ 67ാമത്തെ ദശകത്തിലെ ആദ്യ ശ്ലോകത്തില് വിവരിക്കുന്നത് പ്രകാശിക്കുന്ന പരമാത്മ സ്വരൂപമായിട്ടുള്ള ഭഗവാനോടൊന്നിച്ച് ക്രീഡാരസം അനുഭവിച്ച ഗോപസ്ത്രീകള് എവിടെയോ എത്തി. നമ്മൾ പറയില്ലേ, ഓ ആളിപ്പോ നിലത്തൊന്നും അല്ല എന്ന് പറയില്ലേ, അതുപോലെ ആ ഗോപസ്ത്രീകള് എന്തെന്ത് ആനന്ദത്തെ അനുഭവിച്ചില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ ആനന്ദമാണ് അവർ അനുഭവിച്ചത്. സാക്ഷാൽ ഭഗവാൻ അവരുടെ കൂടെ, കൃഷ്ണൻ അവരെ കാത്തുകാത്തിരുന്ന്, അവർക്ക് അത്രയും കാലം അവർ കാർത്തികേയ വ്രതമൊക്കെ അനുഷ്ഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ആഗ്രഹ സാഫല്യമാണ് നടന്നത്. അപ്പോ അങ്ങനെയുള്ള കാര്യം നമ്മൾ കിട്ടാത്തത് കിട്ടുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ കിട്ടിയ സമയത്ത് അവര് ഏറ്റവും വലിയ അഹങ്കാരത്തെ പ്രാപിച്ചു എന്നാ പറയുന്നത്. മനുഷ്യർക്ക് ഏറ്റവും പെട്ടെന്ന് പിടികൂടാവുന്ന ഒരു ചെറിയ അസുഖമാണ് ഈ അഹങ്കാരം എന്ന് പറയുന്നത്. അത് വരാൻ പെട്ടെന്ന് സാധിക്കും. എന്തെങ്കിലും ചെറിയൊരു കാര്യം മതി നമുക്ക് അഹങ്കരിക്കാൻ. അപ്പൊ ആ അഹങ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ആരാണ്, നമ്മൾ എവിടെയാണെന്നുള്ള ചിന്ത നമുക്ക് ഉണ്ടാവണം. അപ്പൊ അതാണ് പ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പൊ ഗോപസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടാത്ത ഒരു കാര്യമാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അഹങ്കാരമുണ്ടായി എന്നുള്ളതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. പ്രകാശിക്കുന്ന പരമാത്മ സ്വരൂപനായിട്ടുള്ള ഭഗവാനോടൊന്നിച്ച് ക്രീഡാരസം അനുഭവിച്ച ഗോപസ്ത്രീകള് അതിയായി സന്തോഷിക്കുകയും അഹങ്കാരത്തെ പ്രാപിക്കുകയും ചെയ്തു എന്നാ പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ശ്ലോകം ചൊല്ലാം. നിലീയതേ സൗമയിമയ്യമായം രമാപതിർവിശ്വമനോഭിരാമ ഇതി സ്മ സർവാ കലിതാഭിമാന നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂ നിലീയതേ സൗമയിമയ്യമായം രമാപതിർവിശ്വമനോഭിരാമ. 「
इति स्म सर्वा कलिताभिमाना निरीक्ष्य गोविन्द തിരോഹിതോ ഭൂ. രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ലക്ഷ്മി വല്ലഭനും. ലക്ഷ്മി വല്ലഭൻ ആരാണ്? മഹാവിഷ്ണു അല്ലെ. സാക്ഷാൽ ലക്ഷ്മി വല്ലഭനും സകല ജനങ്ങൾക്കും സുന്ദരനുമായിരിക്കുന്ന ഈ കൃഷ്ണൻ യഥാർത്ഥത്തിൽ എന്നിൽ ലയിച്ചിരിക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ എന്നിൽ ലയിച്ചാണ് ഇരിക്കുന്നത് ഭഗവാൻ എന്ന് ഓരോ ഗോപസ്ത്രീകളും വിചാരിക്കാൻ തുടങ്ങി. അതായത് ഭഗവാൻ ഇവരുടെ ആഗ്രഹ സാഫല്യം നടത്തി കൊടുത്ത സമയത്ത് ഇവര് ചിന്തിച്ചിരിക്കുന്നത് ഭഗവാൻ, ഈ സാക്ഷാൽ ലക്ഷ്മി വല്ലഭനായിട്ടുള്ള ഭഗവാൻ, സകല ജനങ്ങൾക്കും സുന്ദരനായിട്ടുള്ള ഭഗവാൻ കൃഷ്ണൻ എന്നിൽ ലയിച്ചാണ് ഇരിക്കുന്നത്, എന്നെ ചുറ്റിപ്പറ്റിയാണ് ഭഗവാൻ ഉള്ളത്, ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവൾ ഞാനാണ് എന്നിങ്ങനെ ഓരോ ഗോപസ്ത്രീകളും ചിന്തിക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കിയ ഭഗവാൻ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും അപ്രത്യക്ഷനായി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അതായത് ഈ ഗോപസ്ത്രീകൾ എല്ലാവരുടെ കൂടെയും ഒരുപോലെ തന്നെയായിരുന്നു ഭഗവാൻ. പക്ഷെ അതിലെ ഓരോ ഗോപസ്ത്രീകളും ചിന്തിക്കുന്നത് ഭഗവാൻ എന്നിൽ ലയിച്ചിരിക്കുന്നു, ഭഗവാൻ എന്നെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുകയാണ്, ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവൾ ഞാനാണ് എന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ സ്വയം അഭിമാനിക്കുന്നവരായി തീർന്നു. എന്റെ ആളാണ് ഭഗവാൻ. അത് ഭഗവാന്റെ ഓരോ ഭക്തർക്കും ഉണ്ട് അല്ലെ. ഞാൻ വിളിച്ചാൽ വിളി കേൾക്കും എന്റെ കണ്ണൻ, അല്ലെ, ഞാൻ വിളിച്ചാൽ എന്റെ ഭഗവാൻ വിളി കേൾക്കുമെന്ന് നമ്മൾ ഓരോരുത്തരും പറയും. പക്ഷെ അത് അഹങ്കാരത്തിന്റെ പുറത്തല്ല, അല്ലെ, അഹങ്കാരം എന്നുള്ളതല്ല. പക്ഷെ ഗോപസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അഹങ്കാരം കൂടി അതിന്റെ കൂടെ ഉണ്ട്. അതായത് എന്റെ കൂടെ മാത്രമാണ്, എന്റെ കൂടെ ഉണ്ട് ഭഗവാൻ എന്ന് പറയുന്നതും എന്റെ കൂടെ മാത്രമാണ് ഉള്ളതെന്ന് പറയുന്നതും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പൊ അതുപോലെ തന്നെ ഈ ഓരോ ഗോപസ്ത്രീകളും അഹങ്കരിച്ചു. അങ്ങനെ അഹങ്കരിച്ചപ്പോൾ ഭഗവാൻ അപ്രത്യക്ഷനായി എന്നുള്ളതാണ് രണ്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ രണ്ടാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. സാക്ഷാൽ ലക്ഷ്മി വല്ലഭനും സകല ജനങ്ങൾക്കും സുന്ദരനുമായിട്ടുള്ള കൃഷ്ണൻ എന്നിൽ ലയിച്ചിരിക്കുന്നു, ഞാനാണ് ഭഗവാൻ ഏറെ പ്രിയപ്പെട്ട ആള് എന്നിങ്ങനെ ഓരോ ഗോപസ്ത്രീകളും സ്വയം അഭിമാനം കൊള്ളുന്നവരായി തീർന്നു. ആ സമയത്ത് ഭഗവാൻ അവിടെ നിന്നും അപ്രത്യക്ഷനായി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ശ്ലോകം ചൊല്ലാം. രാധാഭിതാം താവത് ജാതഗർവാമതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരീ. രാധാഭിതാം താവത് ജാതഗർവാമതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരീ. മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് കൃഷ്ണ അപ്പോൾ ഗർവുണ്ടാകാതിരുന്ന രാധ എന്ന ഗോപികയാണ് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. അതായത് ഇങ്ങനെ ഒരു അഹങ്കാരം ഇല്ലാതിരുന്ന ഗോപിക അത് നമ്മുടെ രാധാദേവിയായിരുന്നു. രാധാദേവിക്ക് മാത്രം അങ്ങനെയുള്ള ഒരു അഹങ്കാരം ഉണ്ടായില്ല. ഭഗവാൻ ഏറെ പ്രിയപ്പെട്ടവളാണ് രാധ, അല്ലെ. അപ്പൊ ആ രാധാദേവിയുടെ കയ്യും പിടിച്ച് വളരെ ദൂരത്തേക്ക് ഭഗവാൻ രാധയും കൂട്ടിപ്പോയി. എന്നിട്ട് അവരവിടെ അവരുടെ സ്വകാര്യതയിൽ അവരങ്ങനെ രമിച്ചു എന്നാണ് പറയുന്നത്. ഭഗവാനോടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് ദേഹാഭിമാനം ഉണ്ടായി ആർക്ക്? ഗോപസ്ത്രീകൾക്ക്. പെട്ടെന്നാണ് എന്റെ കൂടെയാണ് ഭഗവാൻ, അത്ര നേരം നിഷ്കളങ്കമായിട്ടുള്ള ഭക്തിയോട് കൂടിയാണ് അവര് ഭഗവാനെ സമീപിച്ചത്. പക്ഷെ എപ്പോ ആ ഒരു നിഷ്കളങ്കത മാറി നമ്മുടെ ദേഹബോധം ഉണ്ടായോ ആ സമയത്ത് ഭഗവാൻ അവരുടെ മുന്നിൽ നിന്നും അപ്രത്യക്ഷനായി. എന്നാൽ രാധാദേവിക്ക് മാത്രം അതില്ല. ആ സമയത്തും ഭഗവാനോടുള്ള നിഷ്കളങ്കമായ ഭക്തിയാണ് രാധാദേവിക്ക് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ രാധാദേവിയുടെ കയ്യും പിടിച്ച് കണ്ണൻ വളരെ ദൂരത്തേക്ക് പോയി. അവര് സുഖമായി അവരുടെ ലീലകൾ തുടർന്നു എന്നുള്ളതാണ് മൂന്നാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. കൃഷ്ണ ഗർവുണ്ടാകാതിരുന്ന രാധാദേവിയുടെ കൈ പിടിച്ച് ഭഗവാൻ വളരെ ദൂരത്തേക്ക് പോയി കുറെ സമയം രാധാദേവിയുമായി ലീലകൾ തുടർന്നു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് നാലാമത്തെ ശ്ലോകം ചൊല്ലാം. തിരോഹിതേ തത്വയി ജാതതാപ
സമം സമേത കമലായതാക്ഷ്യ വനേ വനേ ത്വാം പരിമാർഗയന്ത്യോ വിഷാദമാപുർഭഗവന്ന പാരം തിരോഹിതേ തത്ത്വയി ജാതതാപ സമം സമേത കമലായതാക്ഷ്യ വനേ വനേ ത്വാം പരിമാർഗയന്ത്യോ വിഷാദമാപുർഭഗവന്ന പാരം. നാലാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് പിന്നീട് ഭഗവാനെ കൃഷ്ണ അങ്ങ് മറഞ്ഞപ്പോൾ ഓരോ ഗോപകുമാരിമാരും ദുഃഖത്തിലായി. ഗോപകുമാരികൾ നോക്കുമ്പോൾ ഭഗവാനെ അവിടെ എവിടെയും കാണാനില്ല. അപ്പൊ അവരാകെ സങ്കടത്തിലായി. എന്നിട്ട് അവരെല്ലാവരും കൂടി ഒരുമിച്ച് വനം തോറും ഭഗവാനെ അന്വേഷിച്ചിങ്ങനെ നടന്നു. എവിടെ കൃഷ്ണൻ എന്ന് പറഞ്ഞ് അന്വേഷിച്ചിങ്ങനെ നടന്നു. അപ്പോ അവര് ഇവിടെ ഭട്ടതിരിപ്പാട് പറയാണ് സീമാതീതമായ ദുഃഖത്തിലായി. അതായത് അതിർത്തിയില്ലാത്ത പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ദുഃഖത്തിലായി അവർ, അളവില്ലാത്ത ദുഃഖത്തിലേക്ക് അവർ പോയി എന്ന് നാലാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതിലും നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഭഗവാനെ എല്ലാവരെയും അന്വേഷിച്ച് നടക്കുകയാണ് ഗോപകുമാരിമാര്. അവർക്ക് എന്തുകൊണ്ടാണ് ഭഗവാനെ കാണാൻ സാധിക്കാത്തത്? അവരുടെ ഉള്ളില് അഹങ്കാരം വന്നതുകൊണ്ട്. അഹങ്കാരം ശമിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാനെ കാണാൻ സാധിക്കും. അപ്പോ ഈ ഭഗവാൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ നമ്മൾ അഹങ്കാരം വെടിഞ്ഞ് നോക്കിയാൽ നമുക്ക് നമ്മളിലെ ഭഗവാനെ കാണാൻ സാധിക്കും. അഹങ്കാരത്തോടു കൂടി എത്ര അന്വേഷിച്ച് നടന്നാലും കാണാൻ സാധിക്കുകയും ഇല്ല. അതാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടുന്ന കാര്യം. അപ്പോൾ അത്രയേ ഉള്ളൂ നാലാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. പിന്നീട് ഭഗവാനെ അവിടുന്ന് മറഞ്ഞപ്പോൾ ഗോപകുമാരിമാർ തീവ്ര ദുഃഖത്തിലായി. എന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് വനം തോറും ഭഗവാനെ അന്വേഷിച്ച് നടന്നു. അവർ സീമാതീതമായിട്ട്, എന്നിട്ട് എവിടെയും കണ്ടില്ല. അങ്ങനെ കാണാതെ വന്നപ്പോൾ അവര് സീമാതീതമായ ദുഃഖത്തിലായി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അഞ്ചാമത്തെ ശ്ലോകം ചൊല്ലാം. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദിതാസ്ത്വത് പ്രവണാവിലേപൂ. ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദിതാസ്ത്വത് പ്രവണാവിലേപൂ. അഞ്ചാമത്തെ ശ്ലോകത്തില് ഹാ ചൂത ഹാ ചമ്പക കർണികാര ഹാ മല്ലികെ മാലതി ബാലവല്യ എന്നാണല്ലോ പറയുന്നത്. അപ്പോ അല്ലയോ തേന്മാവേ, ചെമ്പകമേ, പൊന്നമരമേ, മുല്ലേ, പിച്ചിച്ചെടിയെ, ഇളം വള്ളികളെ, ഇവരോടൊക്കെ അന്വേഷിക്കുകയാണ് ഭഗവാനെ കുറിച്ച്. നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ ഞങ്ങളുടെ ഹൃദയം കവർന്ന ആ കള്ളനെ? ഹൃദയൈക ചോര എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് അല്ലെ. ഞങ്ങളുടെ ഹൃദയം കവർന്ന ആ കള്ളനെ നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഈ ചെടികളോടൊക്കെ ചോദിക്കുകയാണ് ഗോപശ്രീകള്. എന്നിട്ട് അവര് കരയാൻ തുടങ്ങി എന്നാ പറയുന്നത്. അവര് കരഞ്ഞു. അവർക്ക് എവിടെ അന്വേഷിച്ചിട്ടും ഭഗവാനെ കാണാനില്ല. അവര് അവസാനം കരച്ചിലായി എന്നാണ് പറയുന്നത്. അപ്പോ അത്രയേ ഉള്ളൂ അഞ്ചാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. അല്ലയോ തേന്മാവേ, ചെമ്പകമേ, പൊന്നമരമേ, മുല്ലേ, പിച്ചിച്ചെടിയെ, ഇളം വള്ളികളെ, ഞങ്ങളുടെ ഹൃദയം കവർന്ന കള്ളനെ നിങ്ങൾ ആരെങ്കിലും കണ്ടുവോ എന്നിങ്ങനെ ചോദിച്ച് അവര് കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ആറാമത്തെ ശ്ലോകം ചൊല്ലാം. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര. നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത്
താപം സഖീനാം ദ്വിഗുണീചകാര. ആറാമത്തെ ശ്ലോകത്തില് ഒരു ഗോപസ്ത്രീ, അല്ലയോ തോഴി, നമ്മുടെ താമരക്കണ്ണനെ ഞാൻ എൻ്റെ മുമ്പില് കണ്ടു, അല്ലെങ്കിൽ എൻ്റെ മുമ്പില് ഭഗവാൻ കാണപ്പെട്ടു, കൃഷ്ണനെ കാണപ്പെട്ടു എന്ന് പറഞ്ഞു. പക്ഷെ എങ്ങനെയാണ് കണ്ടത്? ചിന്തയാകുന്ന കണ്ണിൽ കണ്ടു എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. മനസ്സിലാണ് കണ്ടത് ഭഗവാനെ. അത് ദുഃഖത്തോടു കൂടിയാണ് തോഴികളോട് പറയുന്നത് എന്നും പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും കണ്ടിട്ടില്ല, കണ്ടതുപോലെ തോന്നി. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒന്ന് അന്വേഷിച്ച് നടക്കുമ്പോൾ കാണുന്നതൊക്കെ അതാണെന്ന് തോന്നുന്നു പറയില്ലേ, അതുപോലെ ഭഗവാനെ തന്നെ അന്വേഷിച്ച് നടന്ന് അവസാനം ആ ഗോപശ്രീക്ക് മനസ്സിലാണ് ഭഗവാനെ കാണുന്നത്. പക്ഷെ അത് നേരിട്ട് കണ്ട പോലെ തോന്നി. അത് തോഴികളോട് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞു കേട്ടപ്പോ അത് ആ തോഴികളുടെ ദുഃഖത്തെ ഇരട്ടിപ്പിക്കുകയാണ് ചെയ്തത്. അവരങ്ങനെ കണ്ടു. എന്താ, അല്ലയോ തോഴി, ഞാൻ എന്റെ താമരക്കണ്ണനെ കണ്ടു എന്ന് പറയുമ്പോ ബാക്കിയുള്ളവർക്ക് അയ്യോ ഞങ്ങൾക്ക് കണ്ടില്ലല്ലോ എന്നാണല്ലോ തോന്നുക. അപ്പൊ അങ്ങനെ അവരെ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്തു എന്നുള്ളതാണ് ആറാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ആറാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഒരു ഗോപിക, അല്ലയോ തോഴി, നമ്മുടെ താമരക്കണ്ണനെ എന്റെ മുമ്പിൽ ഞാൻ കണ്ടു എന്നിങ്ങനെ പറഞ്ഞു. പക്ഷെ ആ ഗോപിക കണ്ടത് ചിന്തയാകുന്ന കണ്ണിലാണ്, മനസ്സിലാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ദുഃഖത്തോടു കൂടിയാണ് ആ ഗോപസ്ത്രീ പറഞ്ഞത്. അത് കേട്ട് ബാക്കി തോഴികളൊക്കെ ദുഃഖത്തിലായി, വീണ്ടും അവരുടെ ദുഃഖം വീണ്ടും ഇരട്ടിച്ചു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഏഴാമത്തെ ശ്ലോകം ചൊല്ലാം. ത്വദ്വാത്മികാസ്ഥായ മുനാതടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിചിത്യ ഭൂയോപി തഥൈവ മാനാത് ത്വയാ വിമുക്താം ദദൃശുശ്ചരാധാം. ത്വദ്വാത്മികാസ്ഥായ മുനാതടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിചിത്യ ഭൂയോപി തഥൈവ മാനാത് ത്വയാ വിമുക്താം ദദൃശുശ്ചരാധാം. ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, അങ്ങനെ ആ ഗോപസ്ത്രീകള് കുറെ നേരം ഭഗവാനെ അന്വേഷിച്ച് നടന്ന് കാണാതായപ്പോ ഭാവന കൊണ്ട് ഭഗവാനെ മനസ്സിൽ കണ്ട് ഭഗവാന്റെ ഓരോ ലീലകളും അനുകരിച്ചു അത്രേ. ഭാഗവതത്തിലും ഇങ്ങനെ പറയുന്നുണ്ടത്. അതായത് ഭഗവാന്റെ പൂതനാമോക്ഷം, ശകടാസുരവധം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഗോപികമാർ അനുകരിക്കുന്നു എന്നുള്ളത് ഭാഗവതത്തിലും കുറെ ശ്ലോകങ്ങളിലായിട്ട് പറയുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അതുപോലെ ഈ ഗോപസ്ത്രീകള് ഭഗവാനെ അന്വേഷിച്ച് കാണാതെ ആയപ്പോ അവസാനം ഭഗവാനെ അനുകരിച്ച് യമുനാ തീരത്ത് ഭഗവാന്റെ ലീലകൾ ഓരോന്നും ഇങ്ങനെ അനുകരിച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ വീണ്ടും ഭഗവാനെ തന്നെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. പിന്നെയും കൃഷ്ണനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി. ആ സമയത്ത് ഇതേപോലെ തന്നെ ഗർവം കൊണ്ട് ഉപേക്ഷിക്കപ്പെട്ട, ഭഗവാനാൽ ഉപേക്ഷിക്കപ്പെട്ട രാധയെയും അവർ കണ്ടു. അപ്പൊ രാധയ്ക്കും ഉള്ളിൽ ഗർവം തോന്നിയപ്പോൾ രാധയെയും ഭഗവാൻ രാധയിൽ നിന്നും അപ്രത്യക്ഷനായി. അപ്പൊ ആ രാധയെ ഈ ഗോപികമാരെ കണ്ടു. പിന്നെ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ചായി ഭഗവാനെ അന്വേഷിച്ച് നടക്കല് എന്നുള്ളതാണ് ഏഴാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്. അപ്പോൾ ഏഴാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. ഭഗവാനെ അന്വേഷിച്ച് നടന്ന് ഭാവനയിൽ ഭഗവാനെ കണ്ട് ഭഗവാന്റെ ഓരോ ലീലകളും അനുകരിക്കാൻ തുടങ്ങി ഗോപസ്ത്രീകൾ. അത് കഴിഞ്ഞ് വീണ്ടും അന്വേഷണം തുടങ്ങി. ആ സമയം രാധയ്ക്കും ഗർവമുണ്ടായി. രാധയും ഭഗവാനിൽ നിന്നും വേർപെട്ടവളായി. ആ രാധയെ ഗോപസ്ത്രീകൾ കണ്ടു. പിന്നെ അവരെല്ലാവരും കൂടി ഒന്നിച്ച് ഭഗവാനെ അന്വേഷിച്ച് നടക്കാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് എട്ടാമത്തെ ശ്ലോകം ചൊല്ലാം. തതഃ സമം താവിപിനേ സമന്താതമോവതാരാവതി മാർഗയന്ത്യ പുനർവിമിശ്രായ മുനാതടാന്തേ ഭൃശം വിലേപുശ്ച ജഗുർഗുണാംസ്തേ. തതഃ സമം താവിപിനേ സമന്താതമോവതാരാവതി മാർഗയന്ത്യ പുനർവിമിശ്രായ മുനാതടാന്തേ ഭൃശം വിലേപുശ്ച ജഗുർഗുണാംസ്തേ. എട്ടാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത്, പിന്നീട് ആ ഗോപികമാര് കുറേ നേരം കാടുകളിൽ അന്വേഷിച്ചു നടന്നു. ആ ഗോപികമാരൊക്കെ വനങ്ങൾ തോറും അന്വേഷിച്ചു നടന്നു. ചുറ്റും ഇരുട്ടാവുന്നത് വരെ ഈ അന്വേഷണം തുടർന്നു എന്നാണ് പറയുന്നത്.
അതിനുശേഷം എല്ലാവരും യമുനയുടെ തീരത്ത് വീണ്ടും ഒത്തുകൂടി. എന്നിട്ട് എല്ലാവരും കൂടി ഇരുന്ന് കരയാൻ തുടങ്ങി. കണ്ണനെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. എന്നിട്ട് ഭഗവാന്റെ കീർത്തികള് എന്തൊക്കെയാണോ അതൊക്കെ ഇങ്ങനെ തമ്മിൽ തമ്മിൽ പറയാൻ തുടങ്ങി. ഭഗവാന്റെ ഓരോ കാര്യങ്ങൾ. അവർക്ക് സദാസമയവും ഭഗവാന്റെ കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കാനും പറയാനും ഉള്ളൂ എന്ന് സാരം. അപ്പോൾ 8ാമത്തെ ശ്ലോകത്തിൽ അത്രയേ ഉള്ളൂ മനസ്സിലാക്കാൻ. ഇരുട്ടാവുന്നത് വരെ ഈ ഉള്ള വനാന്തരങ്ങൾ മുഴുവനും ഗോപസ്ത്രീകള് ഭഗവാനെ അന്വേഷിച്ച് അലഞ്ഞു നടന്നു. അവസാനം എല്ലാവരും കൂടി യമുനയുടെ തീരത്ത് ഒത്തുകൂടി. എന്നിട്ട് അവിടെ ഇരുന്നിട്ടും ഭഗവാന്റെ കാര്യങ്ങൾ ഓർത്ത് കരയുകയും ഭഗവാനെ ഓരോന്ന് പറഞ്ഞ് പ്രകീർത്തിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് 9ാമത്തെ ശ്ലോകം ചൊല്ലാം. തഥാ വ്യഥാസങ്കുലമാനസാനാം വ്രജാംഗനാനാം കരുണൈക സിന്ധോ ജഗത്രയീ മോഹനാത്മാ ത്വം പ്രാദുരാസീരയി മന്ദഹാസി. തഥാ വ്യഥാസങ്കുലമാനസാനാം വ്രജാംഗനാനാം കരുണൈക സിന്ധോ ജഗത്രയീ മോഹനാത്മാ ത്വം പ്രാദുരാസീരയി മന്ദഹാസി. 9ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ഭട്ടതിരിപ്പാട് ഈ ശ്ലോകത്തില് ഭഗവാനെ വിളിക്കുന്നത് കരുണയ്ക്ക് ഇരിപ്പിടമേ എന്നുള്ളതാണ്. കരുണ എന്നുള്ള വാക്കിന് ഏറ്റവും അന്വർത്ഥമായിട്ടുള്ള ആള് ഭഗവാനാണ്. കരുണാമയനാണ് ഭഗവാൻ, അല്ലെ? ആ കരുണാമയനായിട്ടുള്ള ഭഗവാൻ 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന മനോഹര രൂപത്തോടു കൂടിയ ഭഗവാനെ അങ്ങ് കലങ്ങിയ മനസ്സോടു കൂടിയിരിക്കുന്ന ആ ഗോപസ്ത്രീകൾക്ക് മുന്നിൽ മന്ദഹസിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. ചിരിക്കുന്ന മുഖത്തോടു കൂടി ആ ഗോപസ്ത്രീകളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇരുട്ടാവുന്നത് വരെ കാടുകൾ തോറും അലഞ്ഞു നടന്ന് എവിടെയും കാണാണ്ട് ആകെ വയ്യാതെ, എന്നിട്ടും യമുനയുടെ തീരത്തിരുന്ന് ഭഗവാന്റെ ഗുണങ്ങളെ കീർത്തിച്ച് തമ്മിൽ തമ്മിൽ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഗോപസ്ത്രീകളുടെ മുമ്പില് ഇങ്ങനെ 3 ലോകങ്ങളെയും മയക്കുന്ന മനോഹരമായിട്ടുള്ള രൂപത്തോടു കൂടി ചിരിക്കുന്ന മന്ദഹസിക്കുന്ന മുഖത്തോടു കൂടി ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സിൽ എന്തായിരിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പൊ അത്രയേ ഉള്ളൂ 9ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ. കരുണയ്ക്കിരിപ്പിടമേ, 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന മനോഹര രൂപത്തോടു കൂടിയ അങ്ങ് കലങ്ങിയ മനസ്സോടുകൂടി സങ്കടപ്പെട്ടിരിക്കുന്ന ഗോപസ്ത്രീകളുടെ മുൻപിൽ മന്ദഹസിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഈ ദശകത്തിലെ അവസാന ശ്ലോകം 10ാമത്തെ ശ്ലോകം ചൊല്ലാം. സന്ദിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്യ സഹസാ തദാനീം കിം കിം ന ചക്രു പ്രമദാതി ഭാരാത് സത്വം ഗതാത് പാലയ മാരുതേശ. സന്ദിഗ്ധ സന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്യ സഹസാ തദാനീം കിം കിം ന ചക്രു പ്രമദാതി ഭാരാത് സത്വം ഗതാത് പാലയ മാരുതേശ. 10ാമത്തെ ശ്ലോകത്തിൽ വിവരിക്കുന്നത് ആ ഗോപസുന്ദരിമാര് ഒരിക്കലും വിചാരിച്ചില്ല ഭഗവാനെ ഇനിയും കാണാൻ സാധിക്കുന്നത്. അത്ര കണ്ട് അവര് അന്വേഷിച്ച് നടന്ന് തളർന്നിരുന്നു, അല്ലെ? കുറേ അവർ അന്വേഷിച്ച് നടന്നു. അപ്പൊ ഭഗവാൻ ഇനി നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ടാവില്ല എന്ന് തന്നെ അവർ മനസ്സിൽ ഉറപ്പിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഭഗവാൻ അവരുടെ മുമ്പില് പ്രത്യക്ഷപ്പെടുന്നത്. സന്തോഷം കൊണ്ട് മതി മറന്ന അവര് എന്തെന്ത് തന്നെ ചെയ്തില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയാണ്. സന്തോഷാധിക്യം കൊണ്ട് ആ ഗോപസ്ത്രീകള് എന്തെന്ത് തന്നെ ചെയ്തില്ല എന്നാ പറയുന്നത്. അപ്പൊ അവര് എന്തൊക്കെയോ ഭഗവാനെ കണ്ടപ്പോ പോയി ചേഷ്ടകള് കാണിച്ചു. അത് എന്താ പറയാ, അത് എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് അറിയില്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. പ്രമദാതി ഭാരം കൊണ്ട് അവരെന്തൊക്കെ ചെയ്തു എന്നുള്ളത് പറയാൻ സാധിക്കില്ല. അവരുടെ സന്തോഷം വെറും വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ, അങ്ങ് എന്നെ എന്റെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഭട്ടതിരിപ്പാട് 10ാമത്തെ ശ്ലോകവും 67ാമത്തെ ദശകവും ഇവിടെ അവസാനിപ്പിക്കുന്നു. അപ്പോൾ
10ാമത്തെ ശ്ലോകത്തിൽ മനസ്സിലാക്കാൻ അത്രയേ ഉള്ളൂ. അങ്ങനെ ഇനി ഒരിക്കലും കാണില്ല എന്ന് വിചാരിച്ച ഗോപസ്ത്രീകൾ വിചാരിച്ച തങ്ങളുടെ ആത്മനാഥനെ മുമ്പിൽ കണ്ടപ്പോൾ അവര് സന്തോഷാധിക്യം കൊണ്ട് എന്ത് തന്നെ ചെയ്തില്ല എന്ന് പറയാണ് ഭട്ടതിരിപ്പാട്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പ അവിടുന്ന് എന്റെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ദശകം ഭട്ടതിരിപ്പാട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് ചൊല്ലിയ 10 ശ്ലോകങ്ങളും ഒന്നുകൂടി ചൊല്ലാം. സ്ഫുരത്പരാനന്ദരസാത്മകേന ത്വയാ സമാസാദിതഭോഗലീല അസീമമാനന്ദഭരം പ്രപന്ന മഹാന്തമാപുർമദമംബുജാക്ഷ്യ നിലീയതേ സൗമയി മയ്യമായം രമാപതിർവിശ്വമനോഭിരാമ ഇതി സ്മ സർവാ കലിതാഭിമാന നിരീക്ഷ്യ ഗോവിന്ദ തിരോഹിതോ ഭൂ രാധാഭിതാം താവദ ജാതഗർവാമതിപ്രിയാം ഗോപവധൂം മുരാരേ ഭവാനുപാദായ ഗതോ വിദൂരം തയാ സഹ സ്വൈരവിഹാരകാരീ തിരോഹിതേതത്വയി ജാതതാപ സമം സമേത കമലായതാക്ഷ്യ വനേ വനേ ത്വാം പരിമാർഗയന്ത്യോ വിഷാദമാപുർഭഗവന്നപാരം ഹാചൂത ഹാചമ്പകകർണികാര ഹാ മല്ലികേ മാലതി ബാലവല്യ കിം വീക്ഷിതോ നോ ഹൃദയൈകചോര ഇത്യാദി താസ്ത്വത് പ്രവണാവിലേപൂ നിരീക്ഷിതോയം സഖി പങ്കജാക്ഷ പുരോ മമേത്യാകുലമാലപന്തി ത്വാം ഭാവനാ ചക്ഷുഷി വീക്ഷ്യ കാചിത് താപം സഖീനാം ദ്വിഗുണീചകാര ത്വദ്വാത്മികാസ്തായ മുനാതടാന്തേ തവാനുചക്രു കില ചേഷ്ടിതാനി വിജിത്യ ഭൂയോപി തഥൈവ മാനാത് ത്വയാ വിമുക്താം ദദൃശുശ്ചരാധാം തതഃ സമം താവിപിനേ സമന്താതമോവതാരാവതി മാർഗയന്ത്യ പുനർവിമിശ്രായ മുനാതടാന്തേ ഭൃശം വിലേപുശ്ച ജഗുർഗുണാംസ്തേ തദാ വ്യഥാസങ്കുലമാനസാനാം വ്രജാംഗനാനാം കരുണൈകസിന്ധോ ജഗത്രയീ മോഹനമോഹനാത്മാ ത്വം പ്രാദുരാസീരയി മന്ദഹാസീ സന്ദിഗ്ധസന്ദർശനമാത്മകാന്തം ത്വാം വീക്ഷ്യ തന്യ സഹസാ തഥാനീം കിം കിം ന ചക്രു പ്രമദാതി ഭാരാത് സത്വം ഗതാത് പാലയ മാരുതേശ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. അപ്പോൾ എല്ലാവരും തുടർന്നും വീഡിയോസ് ഇതുപോലെ തന്നെ കാണണം. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമന്റുകളിൽ അറിയിക്കുക. ഈ വീഡിയോസ് ഉപകാരപ്രദമാവും എന്ന് തോന്നുന്നവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും വേണം. വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് വരാം. 68ാമത്തെ ദശകവുമായിട്ട് വരാം. അതുവരെ ഹരിയോ.